വെൽക്കം ബാക്ക് ടു ഇത് ഞങ്ങളുടെ ഫാമിലി. അപ്പം അങ്ങനെ ഞാനും ദുബൈക്കെത്തി. അപ്പം പിറ്റേന്ന് രാവിലെ വെള്ളിയാഴ്ചയാണെന്ന്. അപ്പം മൂച്ച് രാവിലെ ജോലിക്ക് പോകാനായിട്ട് എണീറ്റതാണ്. അപ്പോൾ ഇപ്പം മണി ദുബൈയിൽ 5:30 ആയിട്ടേ ഉള്ളൂ. മൂച്ചിന് 5:50 പോകാൻ ഇറങ്ങണം അവൾക്ക്. അപ്പോൾ ഇച്ചിരി ദൂരമുണ്ട്. അങ്ങനെ മൂച്ച് പോകാനായിട്ടെല്ലാം റെഡി ആയിട്ടിരിക്കുക. അപ്പോൾ രാവിലെ ഒരു കപ്പ് കാപ്പിയും പിന്നെ എന്തെങ്കിലും 2 ബിസ്ക്കറ്റും കഴിച്ചുകൊണ്ടങ്ങ് പോവും. അങ്ങനെ മൂച്ച് പോകുന്നത് നോക്കി ഞാൻ മേളിൽ നോക്കി നിൽക്കുക. അപ്പം നല്ല വെയിലാണ്. ശരിക്കും പറഞ്ഞാൽ രാവിലെ 5:30 ആയപ്പോൾ തന്നെ വെയിലായി. ഇതിപ്പോൾ ബാനുവിന് പോകാനായിട്ട് ഞാൻ അവൾക്കൊരു ടിഫിൻ കെട്ടിക്കൊടുക്കണം, എല്ലാം കൂടെ കഴിക്കാനാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ മീൻകറി, ബീഫ് ഫ്രൈ, കട്ട്ലറ്റ്, ചമ്മന്തിപ്പൊടി, മോര് എല്ലാം കൂട്ടി ഒരു പൊതി കെട്ടി. പിന്നെ ഞങ്ങൾ ബാനുവിൻ്റെ കൂടെ തന്നെ ഞാനും ആരനും കൂടി ഇന്ന് ചേച്ചിയുടെ മോളിൽ ഫിജറായിലുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അധികം ദിവസമില്ല ഞങ്ങൾക്ക് തിരിച്ച് പോകാനായിട്ട്. അപ്പം ഞങ്ങൾ പോവുകയാണ്. അപ്പം ബാനു ഇറങ്ങിയ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ മണി 8 ആയിട്ടേ ഉള്ളൂ. 8 ആയില്ല, 7:45 കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം ഇപ്പം തന്നെ ഞങ്ങൾ ബാനുവിൻ്റെ കൂടെ അങ്ങ് പോയി. ഞങ്ങൾക്ക് യൂണിയൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് മെട്രോയിൽ ചെന്നിട്ട് അവിടുന്ന് വേണം ഞങ്ങൾക്ക് ഫീച്ചറായിക്ക് പോകാനായിട്ട്. ബസ്സിൽ പോകും. ഞാനും ആരനും കൂടെ ആദ്യമായിട്ടാണ് ഞങ്ങൾ ബസ്സിൽ പോകുന്നത്. അപ്പം രാവിലെ സമയം ആയതുകൊണ്ട് ജോലിക്കാരുടെ ഭയങ്കര തിരക്കാന്ന് പറഞ്ഞു മെട്രോയിൽ. അപ്പം എങ്ങനെ മെട്രോയിൽ കയറി പറ്റുമെന്ന് അറിയത്തില്ല, കാരണം ബാനുവൊക്കെ എന്നും പോകുമ്പോൾ നല്ല തിരക്കാണ്. അങ്ങനെ ഞങ്ങൾ ഒരു വ്യക്തി മെട്രോയിൽ കയറി യൂണിയൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു. മെട്രോ സ്റ്റേഷൻ, കാരണം എല്ലായിടത്തോട്ടും ഉള്ള ബസ്സുകളൊക്കെ വരുന്ന ബസ് സ്റ്റേഷനാണിത്. ഇവിടുന്ന് അജ്മാൻ, ഷാർജ, റാസൽ ഖൈമ, ഫ്യൂച്ചർ എല്ലായിടത്തോട്ടും ഉള്ള ബസ് ഇവിടുന്ന് കിട്ടും. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നു. അപ്പോൾ വന്നപ്പോൾ നോക്കിയപ്പോഴത്തേക്കിന് ഇപ്പം മണി 8:30 ആയതേ ഉള്ളൂ. പക്ഷേ 9:40 ബസ് ഇവിടെ നിന്നുള്ളത്, ഫ്യൂച്ചറായിക്കുള്ളത്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഓർത്തു ഇവിടെ അകത്ത് തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ ഇരുന്നാൽ നമുക്ക് ബസ് പുറത്ത് വരുന്നതെല്ലാം കാണാം. പിന്നെ നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ നമ്മുടെ നോൾ കാർഡൊക്കെ റീചാർജ് നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ചെയ്യാനൊക്കെ പറ്റും. അപ്പം ഞാനും ആരനും കൂടെ അകത്ത് തന്നെ ഇരുന്നു, കാരണം ചൂടായതുകൊണ്ട്. അങ്ങനെ പിന്നെ 9:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ പുറത്തോട്ടിറങ്ങി. ബസ് ഓൾറെഡി കിടപ്പുണ്ട് അവിടെ. 9:40 പോകത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറാറായി. അപ്പം ഞങ്ങൾ ബസ്സിൽ കയറുവാണ്. അപ്പോൾ നമുക്കിതുപോലെ നമ്മുടെ നോൾ കാർഡ് നമ്മുടെ സ്വൈപ്പ് ചെയ്യുക. 25 ദിർഹംസ് ആണ് നമുക്ക് ഒരാൾക്ക് ഫിജറ വരെ പോകുന്നതിന് 25 ദിർഹംസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഇതുപോലെ അച്ചാച്ചനും ഒക്കെ ഉണ്ടായിരുന്നു. അവർ ഫിജറായിക്ക് ബസ്സിലാണ് പോയത്. അവർ പോയപ്പോൾ അത് 20 ദിർഹംസേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം 5 ദിർഹംസും കൂടെ കൂട്ടി 25 ദിർഹംസ് ആക്കി ഒരാൾക്ക് ബസ്സിൽ. അങ്ങനെ ഞങ്ങൾ അപ്പോൾ ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ 2.5 മണിക്കൂറുണ്ട് നമുക്ക് ഫിജറ ചെല്ലാനായിട്ട്. ദുബൈയിൽ നിന്ന് 2.5 മണിക്കൂറുണ്ട് ഫിജറായിക്ക്. അതായത് കാറിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് 1 മണിക്കൂർ 1.25 മണിക്കൂറും കൊണ്ട് നമുക്ക് പിന്നെ ചെല്ലാൻ പറ്റും. പക്ഷെങ്കിൽ എപ്പോഴും കാറിലാണ് പോകാറ്. പ്രാവശ്യം പാപ്പായും ആരും ദുബൈയിലില്ല. അപ്പം ഞങ്ങൾ പിന്നെ പിള്ളേർ ജോലിക്കുമൊക്കെ പോകണം. അപ്പോൾ പിന്നെ വേറെ വഴിയിലാകെ കുറച്ച് ദിവസമേ ഉള്ളൂ തന്നെ. അപ്പോൾ പിന്നെ ഞങ്ങൾ ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാനും ആരുടെ ബസ്സിൽ പോവാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവർ വന്ന് ഞങ്ങളെ കൂട്ടിക്കോളും. ചേച്ചിയുടെ മോളോ ഹസ്ബൻഡ് അവർ വന്ന് കൂട്ടിക്കോളും. അപ്പോൾ അവർക്ക് ഇന്നേ അവധിയേ ഉള്ളൂ. അവർക്ക് ഫ്രൈഡേയിലാണ് അവധിയുള്ളത്. ബാക്കി സാറ്റർഡേ സൺഡേ എല്ലാം അവർക്ക് ജോലിക്ക് പോകണം. അപ്പം ഈ പറഞ്ഞ പോലെ പിള്ളേർക്ക് മോച്ചിനും ബാനുവിനും ആണെങ്കിൽ ബാനുവിന് സാറ്റർഡേ സൺഡേ അവധിയാണ്, മോച്ചിനാണെങ്കിൽ സൺഡേ മാത്രമേ അവധിയുള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കിന് എല്ലാവർക്കും കൂടെ പോകാനായിട്ട് പറ്റത്തുമില്ല. തന്നെയല്ല അവിടെ അവർക്ക് അവധിയുള്ള ദിവസമേ നമുക്ക് ചെല്ലാനും പറ്റത്തുള്ളൂ. അപ്പോൾ അവർക്ക് ഫ്രൈഡേ അവധി ആയതുകൊണ്ട് എന്നാൽ പിന്നെ ഇന്ന് തന്നെ പോയേക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഫ്രൈഡേ രാവിലെ പോയതാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാനിങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ ഒന്ന് എടുത്തന്നേ ഉള്ളൂ. ഓരോ കാണാൻ നല്ല രസമായിട്ട് തോന്നുന്നിടത്തെയൊക്കെ വീഡിയോകളൊക്കെ എടുത്താണ്. പക്ഷെ ഇപ്പോൾ ഒക്കെ കുറേ വ്യത്യാസം വന്നു. പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഫിജറായിക്കൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് വഴിയരികിലൊന്നും ഒന്നുമില്ല. ദുബൈ വിട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 1-2 ഇങ്ങനെ ചെറിയ ചായ കുടിക്കാനൊക്കെയുള്ള ഒരു സൗകര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം പിന്നെയും കുറച്ചൊക്കെ ഒരു ഇതായിട്ട് വരുന്നുണ്ട്. കുറേ കടകളും അതും ഇതുമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫുള്ള് നമുക്കിങ്ങനെ പാറ കൊണ്ടും മലകളും ഒക്കെ മാത്രമേ ഉള്ളൂ 2 സൈഡിൽ. അപ്പോൾ ഇത് ബസ്സൊക്കെ പോകുന്ന ഒരു റോഡ് തന്നെയാണ്. നമ്മൾ വേറൊരു വഴിയുണ്ട്, നമുക്ക് കാറൊക്കെ പോകുന്ന വഴി വേറെയുണ്ട്. ആ വഴി കുറേ കൂടെ ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം നമുക്ക് ബസ്സിൽ ഇങ്ങനെ നല്ല മുകളിൽ ഇരുന്നുകൊണ്ടായതും കൊണ്ട് നമുക്കിങ്ങനെ എല്ലായിടം കാണാൻ പറ്റും. ഇത് ഫ്രൈഡേ മാർക്കറ്റാണ്, അതായത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഉള്ള ഒരു മാർക്കറ്റാണ്. പിന്നെ ഇങ്ങനെ എല്ലാ സാധനങ്ങളും വിൽക്കുന്ന കുറേ ഷോപ്പുകൾ ഇവിടെ കാണും. ഫ്രൂട്ട്സും എല്ലാ സാധനവും കിട്ടും. ഇതാണ്ട ചെടികളുടെ കടകളും ഒക്കെ ഉണ്ട്. അപ്പം ഫ്രൈഡേ ആയതുകൊണ്ട് ഇന്നെല്ലാം ഓപ്പണാണ് ഫ്രൈഡേ മാർക്കറ്റിൽ.
അങ്ങനെ നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ ബസ്സിൽ നല്ല യാത്രയായിരുന്നു. കാരണം നല്ല ബസ്സാണ്. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ഇരിക്കാൻ സീറ്റും ഒക്കെ നല്ല സൗകര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഒട്ടും ഒരു മടുപ്പ് തോന്നിയില്ല. കയറി കുറച്ച് നേരം ഒക്കെ നീന്തുന്നേച്ച് പിന്നൊന്ന് കണ്ണടച്ച് പോയി. ഞാനും ആയിരുന്നു ഒന്ന് ഇച്ചിരി നേരം ഒന്ന് ഉറങ്ങി. പക്ഷേ ഒട്ടും വെയിലടിക്കും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ബസ്സിൽ ഇരുന്നിട്ട് നമുക്ക് അങ്ങനെ വലിയ ക്ഷീണമായിട്ടൊന്നും തോന്നുന്നൊന്നുമില്ല. അതായത് കണ്ട ഇങ്ങനെ കുറേ മലകൾ മാത്രം രണ്ട് സൈഡിലുള്ളത് നമ്മൾ പോകുന്ന വഴിക്ക്. ഇത് മസാഫി എന്ന് പറഞ്ഞ ഹോസ്പിറ്റലാണ്, നമ്മൾ പോകുന്ന വഴിക്കുള്ളതാണ്. ഇങ്ങനെ കുറേ അത്യാവശ്യ സംഭവങ്ങളൊക്കെ തന്നെ ഉള്ളൂ ഈ വഴിക്ക്. ഫിജറ നമ്മൾ ചെല്ലുന്നിടം വരെ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ചെറിയ ഹോട്ടലുകളും ഒക്കെ ഉണ്ട്. പിന്നെ രണ്ട് സൈഡിൽ ഈ പറഞ്ഞ പോലെ കുറേ ഈത്തപ്പനയും പിന്നെ കുറേ പാറക്കെട്ടും അത്രയൊക്കെ തന്നെ ഉള്ളൂ കാണാനായിട്ട്. പക്ഷേ ഒരു ഭംഗിയാണ് നമുക്ക് കാണാൻ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് ഞാനും ആരുടെ ഇങ്ങനെ കുറേ നേരമൊക്കെ പുറത്തോട്ടൊക്കെ നോക്കിയിരുന്നു. പക്ഷേ സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. ഞങ്ങൾ പിന്നെ ഒന്ന് കണ്ണടച്ച് തുറന്നപ്പോഴത്തേക്കിനും ഞങ്ങൾ ഏകദേശം ചെല്ലാറായി. 2.5 മണിക്കൂർ തന്നെ എടുത്തു. പിന്നെ ഒന്നാമത് രാവിലെ ആയതുകൊണ്ട് കുറേയൊക്കെ ദുബായ് ഷാർജ കഴിഞ്ഞ് കിട്ടാനായിട്ട് ഇച്ചിരി പാടായിരുന്നു. കാരണം ഓഫീസുകളിലോട്ടൊക്കെ ആൾക്കാർ പോകുന്നതിൻ്റെ ട്രാഫിക്കും അങ്ങനെയൊക്കെ കുറേ ഇതുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത ബസ് കൊണ്ട് നിർത്തിയപ്പോൾ നോക്കുമ്പോൾ നല്ല കാറ്റ്. ഞാൻ നോക്കുമ്പോൾ അതിലൊരു ചെറിയൊരു കിളിക്കൂട് ഉണ്ട്. അന്നേരം ഞാൻ വെറുതെ എടുത്താണ് വീഡിയോ. കണ്ടോ, അതിലൊരു കിളിക്കൂടുണ്ട്. അപ്പോൾ കാറ്റ് പുറത്തുണ്ട്. നമുക്ക് ചൂടങ്ങനെ അത്ര ചൂടായിട്ട് തുടങ്ങിയിട്ടില്ല. എന്നാൽ നമ്മൾ വീട്ടിനകത്തിരുന്നേച്ച് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് ചൂട് തോന്നും. അങ്ങനെ ഞങ്ങൾ ഫിജറായിൽ എത്തി. കറക്റ്റ് 2.5 മണിക്കൂർ തന്നെ എടുത്തു ഫിജറ എത്താനായിട്ട്. ഞങ്ങളവിടെ ഇറങ്ങി നിൽക്കുകയാണ്. അവരിപ്പോൾ വരാമെന്ന് പറഞ്ഞു. അവർ പോന്നു, വീട്ടിൽ നിന്ന് പോകുന്നു. ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ്. ഇതാണ് ലാസ്റ്റ് സ്റ്റോപ്പ് ഫിജറായിൽ. അപ്പോൾ ഇവിടെ ഇറങ്ങി നിന്നു. അതേ അങ്ങനെ വന്നു. ആമി ആരോപ്പിയുടെ കയ്യെ പിടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങൾ അവിടെ ഇവിടെ കൊണ്ടുവച്ചാണോ? കാണിക്കുക. ആരുടെ അമ്മാച്ചായ? എൻ്റെ അമ്മാച്ചായ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് നല്ല അടിപൊളി ഊണുണ്ട്. ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു, മോരുകറി, ചീരത്തോരന്, പപ്പടം, അവിയലും ഒക്കെ കൂട്ടി അടിപൊളി ഊണുണ്ട്. പിന്നെ ഞങ്ങളുടെ ആമിക്കുഞ്ഞിൻ്റെ ചെറിയൊരു അക്വേറിയമാണ്. 3-4 ഫിഷൊക്കെ ഉണ്ട് ഒക്കെ അതിൻ്റെ അകത്ത്. ഊണൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരിക്കുവാണ്. ചൂടായതുകൊണ്ട് എവിടെ പോകണം, പുറത്തിറങ്ങിയാൽ ഭയങ്കര വെയിലാണല്ലോ, വൈകിട്ട് ഞങ്ങൾക്ക് തിരിച്ച് പോകാൻ വേണം. അങ്ങനെ ലാസ്റ്റ് ജെറും പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, സിനിമ കാണാൻ പോകാമെന്ന് പറഞ്ഞു. ടിക്കറ്റൊക്കെ നമുക്ക് തന്നെ നോക്കി സീറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം അവിടെ ചെന്നാലും. അപ്പോൾ ഇനി ഒരു 10 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എന്നാൽ കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ മമ്മൂട്ടിയുടെ ടെർബോയാണ് സിനിമ കണ്ട. അടിപൊളി സിനിമയായിരുന്നു കേട്ടോ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക്. ഇപ്പം മണി നമ്മുടെ ദുബൈയിൽ ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട്. ഫിജറായി തന്നെയാണ് ഞങ്ങൾ സിനിമ കഴിഞ്ഞ് ഇറങ്ങിയാണ്. അപ്പോൾ പിന്നെ ചെറു പറഞ്ഞു കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ദുബൈയിലാക്കാൻ പോകണം. അപ്പോൾ നമ്മൾ കാറയിലാകുമ്പോൾ 1 മണിക്കൂർ കൊണ്ട് അങ്ങ് ചെല്ലും. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ മോച്ചും പാലും ജോലിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് ഗിസേസിൽ ഒരു ടീ ജംഗ്ഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ വീട്ടിലത്തെ ഫുഡ് കഴിക്കുകയാണ് എല്ലാവരും കൂടെ. അത് കഴിഞ്ഞ് വെച്ചാൽ അവർക്ക് തിരിച്ച് പോവുകയും വേണം. 2 പേർക്കും രാവിലെ ജോലിക്ക് പോകേണ്ടതാണ്. അപ്പോൾ അവർക്ക് തിരിച്ച് പോകണം. അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കുവാണ്. അപ്പോൾ ഒരു ദിവസം നല്ല ഹാപ്പി ആയിട്ട് അവിടെ പോയി തിരിച്ചു വന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.